എല്ലാവർക്കും കുക്ക് വിത്ത് സോഫിയുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു വെജിറ്റേറിയൻ കറിയാണ് ഉണ്ടാക്കുന്നത്, ഉരുളക്കിഴങ്ങ് മസാലക്കറി. ഈ നോമ്പുകാലമൊക്കെ തുടങ്ങുന്ന സമയത്തും ഈ വെജിറ്റേറിയൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് അല്പം എരിവുള്ളൊരു കറിയാണ്. ചോറിനും അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും പറ്റിയ ഒരു കറിയാണിത്. നിങ്ങൾ ഈ കറി ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് കാണാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 2 ഉരുളക്കിഴങ്ങ് തൊലി ചെത്തി കഴുകി വെച്ചിരിക്കുന്നത്. ഇത് മുറിച്ചെടുക്കാനുള്ളതാണ്. ഒരു മീഡിയം തക്കാളിപ്പഴം, 2 ചെറിയ സവാള, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഉപ്പ്, 2 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ കടുക്, വെളിച്ചെണ്ണ, വെള്ളം, കറിവേപ്പില. ഈ വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കണം. അതുപോലെ ഇതെല്ലാം അരിഞ്ഞെടുക്കണം. ഉരുളക്കിഴങ്ങ് ഞാൻ ഇതുപോലെയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഉരുളക്കിഴങ്ങിന് ആവശ്യമുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെള്ളമൊന്നും ചേർക്കണ്ട. ഇത് തന്നെ ഒന്ന് തിരുമ്മി വെച്ചിരുന്നാൽ മതി. ഇത് നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ്. ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഉരുളക്കിഴങ്ങ് ക്യൂബായിട്ട് അരിഞ്ഞുകൊണ്ട് ഞാൻ സവാളയും ഇതുപോലെ ക്യൂബായിട്ടാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആദ്യമേ ഉരുളക്കിഴങ്ങൊന്നും വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിത് വെളിച്ചെണ്ണയിലാണ് കറി ഉണ്ടാക്കുന്നത്. ഇത് ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്. എണ്ണ ചൂടായി അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഈ ഒരു മീഡിയത്തിൽ താഴെ വെച്ച് കൊടുത്താൽ മതി. നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിലും ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കും. അതുപോലെ ഈ ഉരുളക്കിഴങ്ങ് ഇതുപോലെ വറുത്തിട്ട് കറി വെക്കുവാണെങ്കിൽ ടേസ്റ്റ് കൂടുതലുണ്ട്. ഇത് ഒത്തിരി ഡീപ് ഫ്രൈ ഒന്നും ചെയ്യണ്ട, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. എണ്ണയിൽ കിടന്ന് തന്നെ വേകുന്നതും വെള്ളം ഒഴിച്ച് വേകുന്നതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. ഇനി അങ്ങനെ എണ്ണ ഇത്രയും ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ, ഇതുപോലെ വറുത്തെടുക്കണ്ടെങ്കിൽ ഇത് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്താലും മതി. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യുന്നതാണ് കറിക്ക് ടേസ്റ്റ് കൂടുതൽ. ഇപ്പം ഉരുളക്കിഴങ്ങ് ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം. ഇതിൻ്റെ അകത്ത് ഒരല്പം എണ്ണ കൂടെ ചേർക്കാം. ചൂടായ എണ്ണയിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചേർക്കാം. സവാള ചേർക്കാം. പച്ചമുളകും ചേർക്കാം. ഇത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. തീ ഒത്തിരി കൂട്ടണ്ട.
വെളുത്തുള്ളി, ഇഞ്ചി, സവാള എല്ലാം കൂടെ ആ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് കിട്ടണം. അതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആ കറിവേപ്പിലയും ഈ എണ്ണയിൽ കിടന്ന് തന്നെ ഒന്ന് മൂത്ത് വരണം. അല്പം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇതിൻ്റെ പച്ചച്ചുവ മാറുക തന്നെയല്ല, സവാളയ്ക്ക് അല്പം ഒന്ന് കളർ മാറി കിട്ടുകയും വേണം. അങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തെങ്കിലേ ഈ കറിക്ക് ഒരു ടേസ്റ്റ് വരുള്ളൂ. സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉരുളക്കിഴങ്ങ് കൂട്ടിലേക്ക് തന്നെ ചേർക്കാം. ഇത് നമുക്ക് 1 ടീസ്പൂൺ എണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുക് ചേർക്കാം. ഇതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല കുറച്ച് മിച്ചം വെച്ചേക്കാം, മഞ്ഞൾപ്പൊടി. ഒന്ന് പച്ചമണം ഒന്ന് മാറക്കിട്ടത്തക്ക രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ചേർക്കാം. ഇതിലേക്ക് അല്പം ചൂടുവെള്ളം ചേർക്കാം. ഈ അരപ്പ് ചൂടായിരിക്കുന്നതുകൊണ്ട് ഇതിനകത്തിന് ചൂടുവെള്ളം ചേർക്കാവുള്ളൂ. ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും സവാളയും എല്ലാം കൂടെ കൂട്ടി ചേർക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരു ഗ്രേവി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പം നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളത്. അത് തീ കൂട്ടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഉരുളക്കിഴങ്ങിൽ നമ്മൾ ഉപ്പിട്ടാണ് വറുത്തത്. ഉപ്പ് ഇച്ചിരൂടെ വേണം. അപ്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് തീ കുറച്ച് വെച്ച് ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ഇത് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിടണം. ഇത് സാമാന്യ എരിവുള്ളൊരു കറിയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഇത് അടച്ചു വെക്കണം. തീ കുറച്ച് തന്നെ ഇടണം. ഇപ്പോൾ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞ് മൂടി വെച്ചിട്ട് ഇനി ഇത് ഒന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് വെന്തോന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് ശരിക്കും വെന്തിട്ടുണ്ട്. കറി കുറുകി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഗരം മസാല ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഉരുളക്കിഴങ്ങ് ഉടച്ചു കൊടുക്കണമെങ്കിൽ ഉടച്ചു കൊടുക്കാം. അന്നേരം കുറച്ചുകൂടെ കുറുകി വരും കറി.
നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാലക്കറി റെഡിയായി. ഇത് ചോറിനും ചപ്പാത്തിക്കും എല്ലാം നല്ല കറിയാണ്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.